ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഡെയിലി യൂസ് ചെയ്യാവുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. ഇത് എന്താ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾക്ക് പകരം ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ സംസാരിക്കുമ്പോൾ ഒരു ബേസിക് ലെവലിൽ നിന്നും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ, ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ്. ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ് ഇത് ഇച്ചിരി പഠിക്കാൻ ഇച്ചിരി ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിത് എക്സാമ്പിളിലൂടെ തന്നെ പഠിച്ചെടുക്കുക. അത് നമുക്ക് പറയും, അയാൾ എന്നെ ദേഷ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വന്നു, ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ ക്ഷമയെ പരീക്ഷിക്കുക എന്നാണ് ഇതിൻ്റെ ശരിയായ ഒരു മീനിങ്. ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ്, അതായത് അയാളുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്നാണ്. യു ആർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നീ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഗെറ്റ്സ് ഓൺ മൈ നെർവ്സ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ സഹോദരൻ അവൻ എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടി ഹി ഗെറ്റ്സ് ഓൺ മൈ നെർവ്സ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആണ്. ഹി ഗെറ്റ്സ് ഓൺ മൈ നെർവ്സ്, അതായത് മിക്കവാറും അവളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഡോണ്ട് ഗെറ്റ് ഓൺ മൈ നെർവ്സ്, എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ എൻ്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഗെറ്റ് ഓൺ മൈ നെർവ്സ്. നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടിച്ചിട്ട് പറയണമെങ്കിൽ, നിങ്ങളെന്നെ കുട്ടികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോടോ പറയണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ ഡോണ്ട് ഗെറ്റ് ഓൺ മൈ നെർവ്സ്, എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ദാറ്റ് കോൺസ്റ്റന്റ് നോയ്സ് ഈസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. അതുപോലെ തന്നെ ആളുകളെ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു ശബ്ദമോ എന്തെങ്കിലും ഉപകരണങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് വഴിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമോ അത് നിങ്ങൾ ഒരുപാട് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ദാറ്റ് കോൺസ്റ്റന്റ് നോയ്സ്, അതായത് ആ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം ഈസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്, അതിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, യു ആർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, ആ ചെയ്യുന്നത് നിർത്തും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, യു ആർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്, നീ ശരിക്കും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ യു ആർ ഡിസ്റ്റർബിങ് മീ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം യു ആർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്, നീ എന്നെ ശരിക്കും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യു ആർ ഡിസ്റ്റർബിങ് എന്ന് പറയുന്ന ബേസിക് ഫോമിൽ നിന്നും നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇഡിയം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഉള്ള രീതിയിൽ സംസാരത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിച്ച് അടുത്ത സമയത്ത് ഡിസ്റ്റർബിങ് എന്നുള്ള വേർഡൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തി എന്നൊക്കെ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഡ്രൈവ് സമ്മൺ ക്രേസി, അതായത് ഭ്രാന്ത് പിടിപ്പിക്കുക, ആ ഒരാളുടെ പ്രവൃത്തി കാരണം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ ശല്യപ്പെടുത്തുന്നു എന്നതിനാണ് ഡ്രൈവ് സമ്മൺ ക്രേസി എന്ന് പറയുന്നത്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നീ എന്നെ ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഹി ഡ്രൈവ്സ് മീ ക്രേസി. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ കപ്പിൾസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അയാളുടെ പ്രവൃത്തികൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. ഹി ഡ്രൈവ്സ് മീ ക്രേസി, അവൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ലാതെ ശല്യപ്പെടുത്തുന്നു. മൈ കിഡ്സ് ഡ്രൈവ് മീ ക്രേസി സംടൈംസ്. കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ അസ്വസ്ഥതയും ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ പറയാം മൈ കിഡ്സ് ഡ്രൈവ്സ് മീ ക്രേസി സംടൈംസ്, ചില സമയത്ത് അവരെന്നെ വട്ടുപിടിപ്പിക്കും. മൈ ചിൽഡ്രൻ ഡ്രൈവ് മീ ക്രേസി വെൻ ദേ ഫൈറ്റ് ഓവർ എവറിത്തിങ്, അവർ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി എല്ലാത്തിനും വേണ്ടി ഇങ്ങനെ വഴക്കടിക്കുമ്പോഴത്തേക്കും ഫൈറ്റ് ചെയ്ത് അവരെന്നെ ക്രേസി ആക്കാറുണ്ടെന്ന്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി വിത്ത് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്, നീ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ച് നീ എന്നെ ക്രേസി ആക്കുന്നു. നെക്സ്റ്റ് വൺ, കൗണ്ട് ഓൺ സമ്മൺ. കൗണ്ട് ഓൺ സമ്മൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആരെങ്കിലും ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൗണ്ട് ഓൺ സമ്മൺ, ഐ ട്രസ്റ്റ് ഹിം, അല്ലെങ്കിൽ ഐ ബിലീവ് ഹിം എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് കൗണ്ട് ഓൺ സമ്മൺ, അതായത് ആരെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് അയാളെ ആഡ് ചെയ്ത് പറയാം. യു ക്യാൻ കൗണ്ട് ഓൺ മീ, യു ക്യാൻ ബിലീവ് മീ എന്ന് പറയുമ്പോൾ അതൊരു ബേസിക്കാണ്. യു ക്യാൻ കൗണ്ട് ഓൺ മീ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ക്യാൻ ഐ കൗണ്ട് ഓൺ യു, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ. ക്യാൻ ഐ ബിലീവ് യു എന്ന് ചോദിക്കുന്നത് ക്യാൻ ഐ കൗണ്ട് ഓൺ യു. ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ ഹെർ, എനിക്ക് അവളെ എനിക്ക് എപ്പോഴും അവളെ വിശ്വസിക്കാം. യു ക്യാൻ കൗണ്ട് ഓൺ മീ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്, നിനക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം. ഇഫ് യു നീഡ് എനി ഹെൽപ്പ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഐ നോ ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ സിസ്റ്റർ,
എനിക്കറിയാം എനിക്ക് എൻ്റെ സിസ്റ്ററിനെ വിശ്വസിക്കാൻ കഴിയും, എനിക്ക് അവളെ വിശ്വാസമാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുക. അപ്പോൾ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്, വിശ്വസിക്കുക, ട്രസ്റ്റ്, ഇതിന് പകരമാണ് നമുക്ക് കൗണ്ട് ഡൗൺ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ഷോർട്ട് പാരഗ്രാഫാണ്. Yesterday my children were making a lot of noise and they were getting on my nerves. After a while the noise started to drive me crazy. Luckily my sister came to help me. I knew I could count on her whenever I needed help. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അവരുടെ കുട്ടികളിൽ ശബ്ദമുണ്ടാക്കി ദേ വർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. അവരെന്നെ അവരെൻ്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ അവരെന്നെ ഭയങ്കരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയത്തിന് ശേഷം ദ നോയ്സ് സ്റ്റാർട്ടഡ് ടു ഡ്രൈവ് മീ ക്രേസി. ആ നോയ്സ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ മൈ സിസ്റ്റർ കെയിം ടു ഹെൽപ്പ് മീ. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ സഹോദരി വന്നു. ഐ ന്യൂ ഐ കുഡ് കൗണ്ട് ഓൺ ഹെർ വെൻ എവർ ഐ നീഡഡ് ഹെൽപ്പ്. എനിക്കറിയാം എനിക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ, എനിക്ക് എന്തൊക്കെ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നു അവിടെയൊക്കെ എനിക്ക് അവളെ വിശ്വസിക്കാൻ പറ്റും, എനിക്ക് അവളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ വന്ന് അവരെ സഹായിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പാരഗ്രാഫുകൾ ഉണ്ടാക്കി അർത്ഥം പഠിച്ച് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സംഭാഷണം ബേസിക് ലെവലിൽ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.